സന്ദീപ് വാര്യർക്ക് പിന്നാലെ ബി.ജെ.പിയുമായി ഇഴഞ്ഞ് കൂടുതൽ പേരെ പാർട്ടിയിലെത്തിക്കാൻ കോൺഗ്രസിൽ നീക്കം നടക്കുന്നു. പാലക്കാട് മണ്ഡലത്തിൽ സ്വാധീനമുള്ള നേതാക്കളുമായി കോൺഗ്രസ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. നിഖിൽ പ്രമേഷ് തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് നിഖിൽ പ്രമേഷ്, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ഇന്നലെ സന്ദീപ് വാര്യരെ ബി.ജെ.പി നേതൃത്വവുമായി ഇടഞ്ഞു നിന്ന സന്ദീപ് വാര്യരെ കോൺഗ്രസിൽ എത്തിച്ചതിന് പിന്നാലെ ഇന്നിപ്പോൾ കൂടുതൽ നീക്കം ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ നിർണായക നീക്കങ്ങൾ നടത്തുകയാണ് കോൺഗ്രസ് ക്യാമ്പ്. ഇതിന്റെ ഭാഗമായാണ് നഗരസഭയിലെ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ഏതാനും 6ഓളം ബി.ജെ.പി കൗൺസിലർമാരുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ കൗൺസിൽ അംഗത്തെ അടക്കം പാർട്ടിയിൽ എത്തിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഇപ്പോൾ കോൺഗ്രസിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വളരെ സജീവമായി പുരോഗമിക്കുകയാണ്. ഇന്നൊരു സർപ്രൈസ് എൻട്രി ഉണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഇന്നലെ സന്ദീപ് വാര്യർ പാർട്ടിയിലേക്ക് കടന്നു വന്ന രീതി അത് എത്രത്തോളം വളരെ സേഫായി അവർ കാത്തു സൂക്ഷിച്ചുവോ സമാനമായ സാഹചര്യം ഇന്നും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നഗരസഭയിൽ ഈ പാലക്കാട് നഗരസഭയിൽ നിർണായക സ്വാധീനമുള്ള നേതാക്കൾ പാർട്ടിയിലേക്ക് കടന്നു വരുമെന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ ഇന്ന് സമാനമായ രീതിയിൽ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ചേർന്ന ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ഇത്തരത്തിൽ പാർട്ടിയിലേക്ക് കടന്നു വരുന്നവരെ സ്വാഗതം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നഗരസഭയിൽ തന്നെ സന്ദീപ് വാര്യരുമായി ചേർന്ന് നിൽക്കുന്ന നിരവധി ആളുകളുണ്ട്. കൗൺസിലർമാരുണ്ട്, മുൻ കൗൺസിലർമാരുണ്ട്, നേതാക്കളുണ്ട്. ഇവരൊക്കെയായി നിരന്തര ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. ഇവരിൽ നിന്ന് പാർട്ടിയിലേക്ക് കടന്നു വരാൻ സന്നദ്ധത അറിയിക്കുന്ന ആളുകൾക്ക് അവർക്ക് ചില വാഗ്ദാനങ്ങൾ അടക്കം നൽകിക്കൊണ്ട് ഈ നിർണായക ഘട്ടത്തിൽ അവരെ പാർട്ടിയിലേക്ക് എത്തിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് കോൺഗ്രസ് ക്യാമ്പ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.